ഹലോ ഗൈസ്, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മോട്ടിവേഷണൽ വീഡിയോ ചെയ്യാന്ന് വെക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെന്നാണ് അർത്ഥം. അത് ചിലപ്പോൾ വലുതായിരിക്കാം, ചിലപ്പോൾ ചെറുതായിരിക്കാം. പക്ഷെ ഇത് സംസാരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെന്ന്. അത് പലപ്പോഴും നടക്കില്ലെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. പലപ്പോഴും ഇത് വെറും സ്വപ്നം മാത്രമല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഐ സേ ഇറ്റ് ഈസ് പോസിബിൾ. യുവർ ഡ്രീം വിൽ കം ട്രൂ. ഓക്കെ, ഈ സമയത്തിനുള്ളിൽ പലതും മനസ്സിലാക്കണം. ഒരു സ്വപ്നവും എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടാണ്. നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുന്ന ഒരുപാട് സമയങ്ങൾ വരും. എനിക്ക് ടാലന്റ് ഉണ്ടോ? എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുണ്ടോ? എനിക്കൊരു കാര്യം പ്രസന്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ? മനസ്സും മടുത്തു പോകുന്ന മൊമെന്റ്സുകൾ ഉണ്ടാകും. ഒന്നും ചെയ്യാൻ ശക്തി തോന്നാത്ത സമയങ്ങൾ, ശരിക്കും എവിടെയെങ്കിലും ഒന്ന് കരയണമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ, എല്ലായിടത്തും തോറ്റുപോകുന്ന എന്ന് തോന്നലുണ്ടാക്കുന്ന നിമിഷങ്ങൾ, എവിടെ നിന്നും റെസ്പെക്റ്റ് കിട്ടത്തില്ല, അംഗീകരിക്കപ്പെടുന്നില്ല. ഡോണ്ട് ഗീവ് അപ്പ് യെറ്റ്. തോറ്റുകൊടുക്കാൻ സമയമായിട്ടില്ല മക്കളെ. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണിത്. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന തോൽവികളാണിത്. പക്ഷേ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നത് തോറ്റുകൊടുക്കാത്തവർ മാത്രമാണ്. കഷ്ടപ്പാടുകളുടെ സമയം വരും, പക്ഷേ ആ കഷ്ടപ്പാടുള്ള സമയം കഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകണം. കാരണം നമ്മൾ ഇവിടെ ഭൂമിയിലോട്ട് വന്നത് വെറും ജീവിച്ചു മരിക്കാനല്ല, നമ്മുടെ സ്വപ്നങ്ങൾ നേടാനാണ്. നമ്മുടെ കഥ പറയുമ്പോൾ അനേകർ ഇൻസ്പയർ ആകണം, അനേകർക്ക് ജീവിക്കാൻ ഊർജം കിട്ടണം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യും, എനിക്കിതില്ല, എനിക്ക് സാഹചര്യങ്ങളില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ പൈസയില്ല. കംപ്ലൈൻറ്റ്സ് ചെയ്യാനാണെങ്കിൽ ആർക്കും എങ്ങനെ വേണമെങ്കിലും കംപ്ലൈൻറ്റ്സ് ചെയ്യാം. ആർക്കാണ് ജീവിതത്തിൽ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടുള്ളത്? ആർക്കാണ് ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്? ആർക്കും ഉണ്ടായിട്ടില്ല. സോ സ്റ്റോപ്പ് കംപ്ലൈൻറ്റിങ്. അതുകൊണ്ട് കംപ്ലൈൻറ്റ്സ് പറയുന്നത് നിർത്തിയിട്ട്, പരാതികൾ പറയുന്നത് നിർത്തിയിട്ട് എന്തു ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. എങ്ങനെ മെച്ചപ്പെടാൻ പറ്റുമെന്ന് നോക്ക്. ഹൗ ക്യാൻ യു ഡു സംതിങ്? വർക്ക്. അധ്വാനിക്കാൻ തയ്യാറാകുക. ശരിയാണ്, ഒറ്റ ചാട്ടത്തിന് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് ചാടാൻ പറ്റിയില്ലെന്നിരിക്കാം. പല സ്റ്റെപ്പുകൾ കയറേണ്ടി വരുമായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അതിനിടയ്ക്ക് ചെയ്യേണ്ടി വന്നിരിക്കാം. പല ജോലികളും ചെയ്യേണ്ടി വന്നേക്കാം. പൈസയുണ്ടാക്കാൻ പല മാർഗങ്ങളും തേടേണ്ടി വന്നേക്കാം. യെസ്, യു ഹാവ് ടു പുട്ട് ഇൻ ഹാർഡ് വർക്ക്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും? ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്താൽ കൂടെ പഠിച്ചവരെന്നെ കളിയാക്കുമോ? നാട്ടുകാർ കളിയാക്കുമോ? വീട്ടുകാർ കളിയാക്കുമോ? ഞാൻ ആ ജോലി ചെയ്താൽ എൻ്റെ സ്റ്റാറ്റസ് എന്താകും? നമ്മൾ ഈ കഷ്ടപ്പാട് മുഴുവൻ എടുത്തത്, നമ്മൾ ഈ സ്വപ്നം മുഴുവൻ കണ്ടത് അയാൾ എങ്ങനെ ചിന്തിക്കും, അവരെങ്ങനെ കാണും എന്നൊന്നും നോക്കാനല്ല. അത് നമ്മുടെ തന്നെ സ്വപ്നമായതുകൊണ്ടാണ്. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു തവള മരം കയറാൻ ശ്രമിക്കുകയാണ്. അത് പല പ്രാവശ്യം ചാടി നോക്കി, കയറാൻ പറ്റുന്നില്ല. വീണ്ടും ആഞ്ഞു ചാടി കയറാൻ പറ്റുമോ എന്ന് നോക്കി, പക്ഷെ പറ്റുന്നില്ല. മറ്റു തവളകൾ ചുറ്റും നിന്ന് പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് പറ്റില്ല, ഒരു തവളയ്ക്ക് മരം കയറാനുള്ള കഴിവില്ല, എന്തിനാണ് സമയം പാഴാക്കുന്നത്? ഈ തവള വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടേയിരുന്നു. ഒരുപാട് സമയത്തിന് ശേഷം, ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ തവള ആ മരത്തിന്റെ മുകളിൽ കയറി. കാരണം ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. അതിന് ചുറ്റും നിന്ന് പറഞ്ഞ തവളകളുടെ ശബ്ദം അത് കേട്ടില്ല. ആ തവളയ്ക്ക് ആ മരം കയറാൻ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അതിന്റെ ചുറ്റും നിൽക്കുന്നവർ എന്തു പറയുന്നു, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നത് വിചാരിച്ചില്ല. He just wanted to do it. ചുറ്റുമുള്ള തവളകൾ കൈകൊട്ടുന്നു, കളിയാക്കുന്നു. പക്ഷെ അവനെ സംബന്ധിച്ച് അതൊരു പ്രോത്സാഹനമായിരുന്നു. എല്ലാവരും ഊർജം കൊടുക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. ബാക്കിയുള്ളവർ എങ്ങനെ ചിന്തിക്കും എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കും, നിങ്ങൾ എങ്ങനെ ജഡ്ജ് ചെയ്യും? കാരണം ലോകം മുഴുവൻ എപ്പോഴും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേയിരിക്കും.
നമ്മുടെ ചുറ്റുമുള്ളവർ അങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. നമുക്കൊരിക്കലും അത് നിർത്താൻ പറ്റില്ല. ആകെ ഒരു കാര്യം മാത്രമാണ് നിർത്താൻ പറ്റുന്നത്. അതിന്റെ പേരിൽ നമ്മുടെ സമയം കളയരുത്. നമ്മുടെ എഫേർട്ടാണ് എല്ലാം മാറ്റുന്നത്. നമ്മുടെ കാഴ്ചപ്പാടാണ് എല്ലാം മാറ്റുന്നത്. നമുക്ക് ആരെയും ഒരിക്കലും അവരുടെ ആരുടെയും വാ മൂടിക്കെട്ടാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ സമയം പാഴാക്കുന്നത് നിർത്തിയാൽ മതി. ഓൺലി യുവർ ഡ്രീം ഈസ് യുവർ ഫ്യൂവൽ. നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇന്ധനം. ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ, ഓരോ ദിവസവും ഊർജത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത് ആ ആളിക്കത്തുന്ന സ്വപ്നമാണ്. സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് സമയം കളയുന്നത് നിർത്ത്. വെറുതെ യൂട്യൂബിൽ കയറിയിട്ട് പറ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് നിർത്ത്. ബിക്കോസ് യു ഹാവ് ഗോട്ട് എ ഡ്രീം. വർക്ക് ഔട്ട് യുവർ സെൽഫ്. ഡ്രീം ആർ സീഡ്സ്. നാളെ നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വലിയ വലിയ കമ്പനികളായിരിക്കാം, അത് ചിലപ്പോൾ വലിയ വലിയ നേട്ടങ്ങളായിരിക്കാം, ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന വലിയ കണ്ടുപിടുത്തങ്ങളായിരിക്കാം, വലിയ ചേഞ്ചസ് ആയിരിക്കാം. ചിലപ്പോൾ നാളെ ലോകത്തിൽ ഇൻസ്പയർ ചെയ്യുന്ന വലിയ മനുഷ്യനായിട്ട് നിങ്ങൾക്ക് മാറാം. പക്ഷേ അതിലൊരു വിത്താണ് നിങ്ങൾ ഇന്ന് കാണുന്ന സ്വപ്നം. എല്ലാ മരവും മുളച്ചു പൊന്തുന്നത് ഒരു വിത്തിൽ നിന്നാണ്. വിത്ത് ഒരുപാട് ചെറുതാണെന്ന് തോന്നും, ബട്ട് we don't know its power. We don't know its potential. Your dream is a seed. നമ്മൾ ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ മുൻപിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ സാധാരണ പോലെ ജീവിച്ചു മരിക്കുക, എല്ലാ സുഖവും ഒക്കെ അനുഭവിച്ച് ജീവിച്ചു മരിക്കുക. അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ എടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം, നമ്മൾ സ്വപ്നം കണ്ട ജീവിതം നേടിയെടുക്കാം. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കടമകൾ കടക്കേണ്ടി വരും. കുറെ ഫ്ലോപ്സ് ഉണ്ടാകാം. പക്ഷെ അതൊക്കെ നമ്മൾ സഹിച്ച് എല്ലാം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നേടിയെടുക്കാനും എല്ലാം പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കാതെ നമ്മുടെ വിജയത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക. മടി എന്ന് പറയുന്ന ആ അസുരവിത്തിനെ എടുത്ത് വലിച്ചെറിയുക. ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്തും ഷെയർ ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.